അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സ്ലിംഗ് ഷോട്ട്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബിലുള്ള സർവ്വ മീനെയും പിടിച്ചിരിക്കുന്നത്. എല്ലാ വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 3 മാസം കൊണ്ട് ഞാൻ ഈ സാധനം എൻ്റെ കൈ കൊണ്ട് എനിക്ക് തൊടാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആറിൻ്റെ അവസ്ഥ വളരെ ശോകമാണ് കേട്ടോ. അതിലൊരു തുള്ളി വെള്ളവും ഇല്ല, മീനും ഇല്ല. അതുപോലൊരു അവസ്ഥ, ഇതുപോലൊരു അവസ്ഥ ഇതിന് മുന്നേ വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഈ സാധനം കൈ കൊണ്ട് ഒരു 3 മാസമെങ്കിലും ആയിക്കാണ് ഒരു കൈ കൊണ്ടൊന്ന് തൊട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു സംശയം, ഇനി എൻ്റെ എയിമും ഷൂട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് തെറ്റിക്കാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഈ വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഒരു കുപ്പിയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ എയിം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് കെട്ടി കാണിച്ചു തരാം. ഇതൊക്കെ എങ്ങനെ കെട്ടുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ എയിം കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുപ്പി. നമ്മൾ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇത് നമ്മൾ അടിച്ച് തിരിച്ച് കരക്കേറ്റ് കെട്ടുന്ന ഒരു പരിപാടി ആണ് നമ്മുടെ കൈയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സ്ലിംഗ് ഷോട്ട് അടിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഇനി അടിച്ച് ശീലമുള്ളവരാണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൈക്ക് അത്രയും ഒരു സേഫ്റ്റി ഇതിന് തരാൻ കഴിയും. ഇത് ഞാൻ കെട്ടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഗ്ലൗസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റീല് കെട്ടുന്ന കയ്യിൽ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തേക്കണം. അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടാൻ സാധിക്കും. ഓക്കെ, സെറ്റ്. കൈയുടെ അടിഭാഗത്ത് വരുന്ന രീതിയിൽ ജസ്റ്റ് കെട്ടിയാൽ മതി. നമ്മുടെ റീല് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹാൻഡിലെടുക്കുക, ഡാർട്ട് അതിനകത്തേക്ക് വെക്കുക, പൂശുക. ഏകദേശം നമ്മുടെ ഒരു തെറ്റാലിയുടെ എയിം മാത്രം മതി. കുറച്ചും കൂടി ഗ്രാഹ്യമുള്ള അടിയാണെങ്കിൽ മീൻ പക്ക. എന്നാലും ഈ കുപ്പി കൊണ്ടാണ് ഞാൻ എൻ്റെ എയിം വയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ കുപ്പി വെള്ളത്തിലേക്ക് ഇടാൻ പോകും. കുപ്പി കാറ്റുകൊണ്ട് അങ്ങോട്ട് കുറച്ച് ഒഴുകി പോകുന്നുണ്ട്. പാറയുടെ അടുത്തേക്ക് എത്തി. നമ്മുടെ ആദ്യത്തെ അടി നമുക്ക് മിസ്സാവില്ലോ നമുക്ക് നോക്കണ്ടേ. പെർഫെക്റ്റ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ മീനാണെങ്കിൽ പോലും വലിച്ചു കെട്ടുന്നത്. ഓ, ജസ്റ്റ് കയറിയതേ ഉള്ളൂ. ഏതായാലും അപ്പോൾ ഞാൻ മീനെ പിടിക്കുന്നത് ഏകദേശം ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ്. പലരും പറയാറുണ്ട് മീനെപ്പിടുത്തം മൊത്തം തട്ടിപ്പാ, ചത്ത മീനെ പിന്നെ അടിച്ച് അതിൻ്റെ വെള്ളത്തിനകത്തോട്ട് ഇറക്കി പിടിക്കുന്നതാണ് പറയാറ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, എല്ലാം ഒറിജിനലാണ്. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം. അവിടെ ആദ്യത്തായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ച് നമ്മൾ കുപ്പി തിരിച്ച് കരക്കി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഇട്ടിട്ട് സ്ലോ മോഷനെ അടിച്ച് പിടിച്ച് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങളല്ല ചിലർ ഇനിയും ഇത് തട്ടിപ്പാന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇതൊന്നും കൂടി സ്ലോ മോഷനിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് നമ്മളൊക്കെ നല്ല സൂപ്പറായിട്ട് മീനെ പിടിക്കാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ മീനെ പിടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാട്ടോ ഈ സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്നതാണ്. പക്ഷെ അതുപോലെ അപകടവും ഉണ്ട്. അപകടം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അടിക്കാൻ പഠിക്കുമ്പോൾ ഇതുണ്ടോ, ആദ്യമായിട്ട് അടിച്ച് കയറ്റി നമ്മളിത് ഈ പ്ലേറ്റിനകത്താണ് അടിച്ച് തുളച്ച് കയറി ഇരുന്നതാണ്. പക്ഷേ ഈ ഒരു സേഫ്റ്റി ബെൽറ്റ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കൈ ചിലപ്പോൾ തുളഞ്ഞു പോയാണ്. അത്രയ്ക്കും ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു ഫിഷിങ്ങും കൂടിയാണ്. അപ്പോൾ നിങ്ങളിത്, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇങ്ങനെ മീൻ പിടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം അത് ഉപയോഗിക്കുക. കളഞ്ഞാൽ പൊളഞ്ഞോന്നും പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ കൈയുടെ അകത്ത് കൂടെ കയറി വരും. പിന്നെ ഓപ്പറേഷൻ എല്ലാം ചെയ്യണം അതൊക്കെ എടുക്കണമെങ്കിൽ. അതുകൊണ്ട് വളരെ വൃത്തിക്ക് ഉപയോഗിക്കുക, നല്ല സൂപ്പറായിട്ട് മീൻ പിടിക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.